ബാർക്കോഴ കേസ് തുടരന്വേഷണം പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ മാറ്റം. ജസ്റ്റിസ് സുധീന്ദ്രകുമാറിന് പകരം ജസ്റ്റിസ് കെമാൽ പാഷ വാദം കേൾക്കും. നാളെയാണ് കേസ് പരിഗണിക്കുക. ഇടുക്കി സ്വദേശി സണ്ണി മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജി ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് പരിഗണിച്ചിരുന്നത്. ഹർജി പരിഗണിക്കവേ സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കെ എം മാണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ ബാർക്കോഴ കേസിൽ വിജിലൻസ് തുടരന്വേഷണം നടത്തുന്നതിന് എന്ത് പ്രസക്തിയാണെന്ന് കോടതി ചോദിച്ചിരുന്നു. കേസ് CBIക്ക് വിടുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. കെ എം മാണി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ റിവിഷൻ ഹർജിയിൽ അന്തിമവാദം കേൾക്കുന്നത് ഡിസംബർ 2 മാറ്റുകയായിരുന്നു. എന്നാൽ ഹർജി പരിഗണിക്കുന്നതിൻ്റെ തലേ ദിവസം ചീഫ് ജസ്റ്റിസ് ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. സമാനമായ ഹർജി ജസ്റ്റിസ് കമാൽ പാഷ നേരത്തെ പരിഗണിച്ചിരുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിച്ചത്. KM ഉമേഷ്, കൊച്ചി. വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തീരുന്നതുവരെ അറസ്റ്റിനു വേണ്ടി കാത്തിരിക്കില്ലെന്നും പോലീസ്. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ ഇന്നലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതായാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചതോടെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അടുത്ത ദിവസം പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴിയെടുക്കും. ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകിയ TN പ്രതാപൻ MLA, കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ എന്നിവരുടെയും മൊഴിയെടുക്കും. ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD-യും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. പ്രസംഗത്തിലെ പരാമർശങ്ങൾ 153A പ്രകാരം ഉള്ള കുറ്റത്തിന് കാരണമായോ എന്ന് നിയമവിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും. വസ്തുതകൾ ബോധ്യപ്പെടുന്ന നിമിഷം വെള്ളാപ്പള്ളി നടേശന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽപ്പെട്ട നൌഷാദിന്റെ കുടുംബം. നൌഷാദിനെതിരായ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വേദനിപ്പിക്കുന്നതാണെന്ന് നൌഷാദിന്റെ ഉമ്മ. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അനാവശ്യമായി പോയെന്നും നൌഷാദിന്റെ കുടുംബം പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെയാണ് മരണത്തിന്റെ തീച്ചൂളയിലേക്ക് നൌഷാദ് എന്ന ഓട്ടോ തൊഴിലാളി എടുത്തുചാടിയത്. മരണത്തിന്റെ വേദന കൺമുൻപിൽ നിന്നും പോലും മായാതെ നിൽക്കുമ്പോഴാണ് മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു മരണത്തെ വർഗീയവൽക്കരിക്കാൻ വെള്ളാപ്പള്ളിയെപ്പോലുള്ളവർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ നാടകമോ വർഗീയതയോ ഒന്നും ആ വീട്ടിലെ ഇരുണ്ട മൂലയിൽ വേദന അടക്കിപ്പിടിച്ചിരിക്കുന്ന ആ ഉമ്മയ്ക്ക് അറിയില്ല. രക്ഷാപ്രവർത്തനത്തിനായി ചാടിയിറങ്ങുമ്പോൾ തന്റെ മകൻ ആരുടെയോ ജാതിയോ മതമോ നോക്കിയിരുന്നില്ല എന്നും ആ ഉമ്മ പറയുന്നു. എപ്പോഴും ഇങ്ങനെ അവരെ എല്ലാ ഇതും ചെയ്തിട്ട് വന്ന് പറയും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ശ്രദ്ധിക്കണം. പ്രതിഫലം ആഗ്രഹിച്ചായിരുന്നില്ല നൌഷാദ് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. വാക്കുകൾ കൊണ്ട് അഭ്യാസമൊന്നും നടത്താതെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തങ്ങളെ വേദനിപ്പിച്ചെന്ന പ്രതികരണമാണ് നൌഷാദിന്റെ അമ്മാവനും നടത്തിയത്. ഇങ്ങനെയൊക്കെ നൌഷാദ് മുസ്ലിം ആയതുകൊണ്ടാണ് കൊടുത്തത്, അല്ലെങ്കിൽ എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് ഓടി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ഒരു ജാതി നോക്കിയിട്ടല്ല നൌഷാദ് ഈ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇതിനു മുന്നേ പല കാര്യങ്ങളും ചെയ്തത്. ഒരു വീടിന്റെ തന്നെ അത്താണിയായ മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കരയുന്ന ആ ഉമ്മയ്ക്ക് അതൊന്നും അറിയണ്ട. വാക്കുകൾ കൊണ്ടുപോലും ആശ്വാസം പകരാൻ കഴിയാതെയാണ് ആ വീട്ടിൽ ഉമ്മയ്ക്ക് ചുറ്റുമുള്ളവർ. എങ്കിലും ധീരനായ ആ മനുഷ്യന്റെ സ്പർശമേറ്റതിന്റെ അഭിമാനമുണ്ട് അവിടെയുള്ള ഓരോ മണൽത്തരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൌഷാദിനെതിരെ വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് വിവിധ നേതാക്കൾ രംഗത്തെത്തി. അതേസമയം വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് BJP നേതാക്കൾ പ്രസ്താവന നടത്തി. വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിനുടമയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. വെള്ളാപ്പള്ളി RSSന്റെ കളിപ്പാവയെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. അതേസമയം നൌഷാദിനെതിരായ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. നൌഷാദിന്റെ പേരിനെ ദുരുപയോഗപ്പെടുത്താൻ സർക്കാരും ശ്രമിക്കരുത്, ആരും ശ്രമിക്കരുത്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പരാമർശം നൌഷാദിനെതിരെയല്ല സർക്കാരിനെതിരെയാണെന്ന് BJP ജനറൽ സെക്രട്ടറി മുരളി റാവുവും പറഞ്ഞു. I don't think it should be seen as against that person.
Here you have to see the government is under scrutiny. It is not the person who has sacrificed under the scrutiny. This you have to understand. Today it has appeared to one religion. Tomorrow it may appear to some even Dalit and non-Dalit, or a particular caste, this caste or that caste. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് കാഞ്ചനമാല. രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ വീട് സന്ദർശിക്കവെയാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കാഞ്ചനമാല രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നൌഷാദിന്റെ വീട്ടിലെത്തിയ കാഞ്ചനമാല രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചത്. നൌഷാദിന്റെ മരണത്തെക്കുറിച്ച് വിവാദ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളിയോടുള്ള രോഷമായിരുന്നു കാഞ്ചനമാലയുടെ വാക്കുകളിൽ പ്രകടമായത്. താൻ തീർത്തും വേദനയിലാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നു പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരാവാൻ അവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും കാഞ്ചനമാല ചോദിച്ചു. നൗഷാദിൻ്റെ ഇത്രയും പുണ്യകർമ്മം ചെയ്തൊരു പ്രശ്നം ഇവിടുത്തെ നേതാക്കളൊക്കെ അബദ്ധകരമായ വിധത്തിൽ സംസാരിച്ചത് ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മഹാന്മാരുടെ അനുയായികളാകാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ വേദന അതാണ് ഇപ്പോൾ. നൌഷാദിന്റെ ഉമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം ഏറെ നേരം ചിലവഴിച്ചാണ് കാഞ്ചനമാല മടങ്ങിയത്. ആ വേദനയിൽ പങ്കുചേരാൻ കാഞ്ചനമാലയ്ക്ക് ഏറെ പഴക്കമില്ലാത്ത ഒരു ഓർമ്മ കൂടിയുണ്ട്. ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്ക് വെച്ചു തന്നെയായിരുന്നു കാഞ്ചനമാലയെയും പ്രണയത്തെയും തനിച്ചാക്കി തോണി അപകടത്തിൽ മൊയ്തീൻ യാത്രയായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൌഷാദിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങളും സ്ത്രീത്വത്തെ അപമാനിച്ച കാന്തപുരത്തിന്റെ നിലപാടുകളും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇരുവരും തെറ്റുകൾ തിരുത്തി കേരള ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. നൌഷാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ലിംഗസമത്വത്തെയും സ്ത്രീത്വത്തെയും ഒക്കെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിർഭാഗ്യകരമാണ് ഇത്തരം പ്രസ്താവനകൾ. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ള ഒരാൾ ഇത്തരം പ്രസ്താവന പിൻവലിച്ച് ഈ സമൂഹത്തോട് മാപ്പ് പറയുകയാണ്, പരസ്യമായി മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സാന്റിയാഗോ മാർട്ടിന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ നീക്കം. 400 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് വകുപ്പ് നടത്തുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, CBI എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നൽകിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിന്റെ 400 കോടി കണ്ടുകെട്ടാൻ ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ സാന്റിയാഗോ മാർട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കോയമ്പത്തൂരിലെ സാന്റിയാഗോ മാർട്ടിന്റെ ആസ്തികൾ തിട്ടപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കള്ളപ്പണം കേരളത്തിൽ സിക്കിം ഭൂട്ടാൻ ലോട്ടറിയുടെ മറവിൽ വെളുപ്പിച്ചു എന്നതാണ് സാന്റിയാഗോ മാർട്ടിനെതിരെയുള്ള കേസ്. ജയൻ മുരുകനും മാർട്ടിനും സംയുക്തമായി നടത്തിയിരുന്ന MJ അസോസിയേറ്റ് എന്ന കമ്പനി വഴിയാണ് കേരളത്തിൽ വ്യാപകമായ തോതിൽ കള്ളപ്പണം ലോട്ടറിയുടെ മറവിൽ വെളുപ്പിച്ചിരുന്നത്. മേഘ ലോട്ടറി വഴിയും കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2009 വരെയുള്ള കാലഘട്ടത്തിലേതാണ് ഇപ്പോൾ 400 കോടി രൂപ ഇവിടെ ചെലവഴിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സാന്റിയാഗോ മാർട്ടിന്റെ പണം കേരളത്തിൽ മറ്റു രീതിയിൽ കണ്ടുകെട്ടാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂരിലെ ആസ്തികൾ തിട്ടപ്പെടുത്തി അത് കണ്ടുകെട്ടാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന പീപ്പിൾ TV ക്യാമ്പയിന് പിന്തുണയറിയിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു കാര്യമാണ് നൌഷാദിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ മാൻഹോളിൽ വീണ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അത്യുക്തിയോ അതിവാദമോ ഇല്ല. കാരണം മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ജീവൻ നടത്തുന്ന ഇത്തരം സാഹസികവും കരുണാർദ്രവുമായ സന്ദർഭങ്ങളെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇതിന് പരിഹാരമായിട്ടെങ്കിലും നമുക്ക് ഉയർത്തി കാണിക്കാനുള്ളത്. ഇത്തരം മാൻഹോളുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ മാൻഹോൾ ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ട ആ മനുഷ്യന് ഇത്തരത്തിലുള്ള അംഗീകാരം കൊടുക്കുക തന്നെ വേണം.
നൌഷാദിനോടുള്ള ആദരസൂചകമായി ഒരാഴ്ചത്തെ പാർലമെന്റ് സിറ്റിംഗ് ഫീസ് കണ്ണൂർ MP ശ്രീമതി ടീച്ചർ നൌഷാദ് സഹായനിധിയിലേക്ക് നൽകും. നൌഷാദിന് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഒരു കടമ ഓരോരുത്തർക്കുണ്ട് എന്നുള്ള ആ ഒരു പാഠമാണ് ഇതിലൂടെ നൌഷാദ് കൊടുക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കൈരളി പീപ്പിൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തത് വളരെയേറെ അഭിനന്ദനാർഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പീപ്പിൾ കൈരളിയെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരാഴ്ചത്തെ എൻ്റെ സിറ്റിംഗ് ഫീ എന്നുള്ള നിലയിൽ 10,000 രൂപ ഞാൻ നമ്മുടെ ഈ നൌഷാദിൻ്റെ കുടുംബസഹായ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ആ കുടുംബത്തിന് വേണ്ടി എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. പാർലമെന്റ് സമ്മേളനത്തിനായി ദില്ലിയിലാണ് കണ്ണൂർ MP. സമാനതകളില്ലാത്ത ജീവത്യാഗമാണ് നൌഷാദ് നടത്തിയതെന്ന് ശ്രീമതി ടീച്ചർ ചൂണ്ടിക്കാട്ടി. നൌഷാദിന് രാഷ്ട്രപതിയുടെ പരമോന്നത പുരസ്കാരം തന്നെ നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. നൌഷാദിൻ്റെ മരണം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു മരണമായിട്ട് ആരും കാണുന്നില്ല. ജീവത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു അറിഞ്ഞുകൊണ്ട്. ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവാർഡ്, മരണാനന്തരം ബഹുമതി എന്നുള്ള നിലയിൽ ലഭിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അവാർഡ്, അദ്ദേഹത്തിന് ബഹുമതി അവാർഡ് എന്നുള്ള നിലക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിന് അർഹതയുണ്ട്. നമ്മുടെ നൌഷാദിൻ്റെ കുടുംബത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ്. നൌഷാദിൻ്റെ പേരിൽ നൌഷാദിൻ്റെ കുടുംബത്തിന് അത് സമർപ്പിക്കണം, അതിന് കഴിയണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് കോർപ്പറേഷനും പീപ്പിൾ TVയും സംയുക്തമായി നൌഷാദിനെ ആദരിക്കാൻ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് ടാഗോർ ഹാളിൽ ഡിസംബർ 5-ന് വൈകുന്നേരം 6:30-നാണ് ചടങ്ങ്. തീർത്ഥാടന കാലം ആരംഭിച്ച് 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഭക്തജന തിരക്കും കൂടി വരികയാണ്. തീർത്ഥാടകർക്ക് സുഖദർശനം വാഗ്ദാനം ചെയ്യുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ ദേവസ്വം അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭക്തജനങ്ങൾ ദർശനം നടത്തിയത്. ഈ തീർത്ഥാടന കാലം ആരംഭിച്ചതിനു ശേഷം ഇന്നലെയാണ് സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടത്. ചാറ്റൽ മഴയത്ത് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് മലകയറിയാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ സന്നിധിയിലെത്തിയത്. ദീർഘനേരം ക്യൂവിൽ നിന്ന് കുഞ്ഞുങ്ങൾ ദാഹജലം പോലും കിട്ടാതെ വലഞ്ഞു. മല കയറുന്നതിനേക്കാൾ കാഠിന്യമായിരുന്നു ബാരിക്കേഡിനുള്ളിലാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ബാരിക്കേഡിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും വലഞ്ഞു. അധിക നേരം ക്യൂവിൽ നിന്ന് വലയുന്നവർക്ക് ദാഹജലവും ബിസ്ക്കറ്റും നൽകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നെങ്കിലും പ്രാവർത്തികമായില്ല. മഴയിൽ നിന്നും രക്ഷപ്പെട്ട് നടപ്പന്തലിലെത്തിയവരുടെയും അവസ്ഥ പരിതാപകരമായി. മഴയത്ത് പോലും താങ്ങാനാവാത്ത ചൂടാണ് നടപ്പന്തലിൽ. തീർത്ഥാടകർക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിരുന്ന ഫാനുകളെല്ലാം നടപ്പന്തലിൽ നിന്നും അപ്രത്യക്ഷമായി. തീർത്ഥാടന കാലം ആരംഭിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇളക്കി മാറ്റിയ ഫാനുകൾ സ്ഥാപിക്കാൻ ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തീർത്ഥാടകർക്ക് സുഖദർശനം വാക്കാൽ ഉറപ്പാക്കുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കാൻ കൂടി അധികൃതർ ശ്രദ്ധിക്കണം. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം വി. ജമിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.